വളരെ രുചികരമായിട്ടുള്ളൊരു വെള്ള ചമ്മന്തിയുടെ റെസിപ്പിയാണിത്. ഇങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ ഇതുപോലെ ഒരു പ്രാവശ്യമെങ്കിലും ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. നമ്മുടെ കൈവശം ഇപ്പോൾ അല്പം തേങ്ങയേ ഉള്ളൂ. കൂടുതൽ ആൾക്കാരും ഉണ്ടെങ്കിൽ എല്ലാവർക്കും തികയുന്ന രീതിയിൽ നല്ലൊരു വെള്ള ചമ്മന്തി തയ്യാറാക്കാം. ഇത് കട്ടിക്കും തയ്യാറാക്കിയെടുക്കാം, ലൂസാക്കി എടുക്കാവുന്ന ചമ്മന്തിയാണിത്. എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. കടായി വെച്ചിട്ടുണ്ട്. ഒരല്പം എണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണയോ സൺഫ്ലവർ ഓയിലോ ഒഴിക്കാം. 4 പച്ചമുളക് ചേർക്കുക. ഞാൻ ഈ എടുക്കുന്ന ചമ്മന്തിയുടെ കട്ടിയൊക്കെ കൂടുതൽ ലൂസാക്കി എടുക്കുന്നുണ്ടെങ്കിൽ 2-3 പച്ചമുളക് കൂടി കൂടുതൽ ചേർക്കണം. ഇനി ഒരു 1/4 കപ്പ് നിലക്കടല ചേർക്കുക. ഇത് വറുക്കാത്ത നിലക്കടലയാണ്. കൂടെ തന്നെ ഒരു 10 ചെറിയ ഉള്ളി കൂടി ചേർക്കുക, കട്ട് ചെയ്തിട്ടില്ല. കൂടെ 2 വെളുത്തുള്ളി. ഇനി ഇതൊന്ന് വഴറ്റിയെടുക്കാം. ഞാനിവിടെ ചേർത്തിരിക്കുന്നത് പച്ച നിലക്കടലയാണ്, വറുക്കാത്തത്. അപ്പോൾ ഇതിൻ്റെ പച്ച ടേസ്റ്റ് ഒന്ന് മാറണം, ഒന്ന് വഴറ്റിയെടുക്കണം. ആ ഉള്ളിയുടെ കളറൊക്കെ ഒന്ന് മാറും, ആ പച്ചമുളക് ഒന്ന് പൊരിഞ്ഞു വരും, അത്രയും മതിയാകും. നിങ്ങൾ എടുക്കുന്നത് വറുത്ത നിലക്കടലയാണെന്നുണ്ടെങ്കിൽ എണ്ണ ഒഴിച്ചിട്ട് ആദ്യമേ പച്ചമുളകും ഉള്ളിയിട്ട് ഒരു 10-15 സെക്കൻഡ് നേരത്തേനൊന്ന് വഴറ്റിയതിന് ശേഷം വറുത്ത നിലക്കടല ചേർക്കുക. തീയെ ഒത്തിരി കൂട്ടി കൊടുക്കണ്ട, ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് വഴറ്റിയെടുക്കുക. ധാരാളം വെറൈറ്റി ചട്നി റെസിപ്പീസ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എപ്പോഴും പറയുന്ന പോലെ തന്നെ പച്ചമുളക് ചേർത്തുള്ള വെള്ള ചമ്മന്തി അരയ്ക്കുന്ന സമയത്ത് എടുക്കുന്ന പച്ചമുളകിൽ 1-2 എണ്ണമെങ്കിലും പഴുത്ത പച്ചമുളക് ചേർത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇതാ പച്ചമുളകൊക്കെ ഒന്ന് പൊരിഞ്ഞു വന്നിട്ടുണ്ട്, ഉള്ളിയുടെ കളറും മാറിയിട്ടുണ്ട്. ഇത്രയും മതിയാകും. ഇനി ചേർക്കേണ്ടത് ഒരു തണ്ട് കറിവേപ്പില. ഇനി ഒരു ചെറിയൊരു കഷ്ണം പുളിയാണ്. പുളി ഒത്തിരി മുന്നേ നിൽക്കരുത്, അല്പം മതിയാകും. ഇനി ഇതിൽ ചേർക്കേണ്ടത് ഒരു 1/4 കപ്പ് പൊട്ടുകടല. നിലക്കടല എടുത്ത അതേ അളവ് തന്നെ പൊട്ടുകടല. ഇനി ഒത്തിരി നേരം ഒന്നും വേണ്ട, നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ആ പൊട്ടുകടല നന്നായിട്ടൊന്ന് ചൂടായാൽ മതിയാകും. ഈ ചമ്മന്തിയിൽ നിലക്കടലയുടെ ടേസ്റ്റ് ഒട്ടും മുന്നേ നിൽക്കില്ല. പോരാഞ്ഞ് പൊട്ടുകടലയൊക്കെ ചേരുന്നത് കാരണം നിലക്കടല ഇത് ചേർത്തിട്ടുണ്ടെന്ന് പോലും അറിയില്ല. ഇതാ കടല നല്ലോണം ചൂടായിട്ടുണ്ട്. ഗ്യാസ് ഓഫ് ചെയ്യുക. ഇനി കുറച്ച് മല്ലിയില ചേർക്കുക. ആ ചട്ടിയുടെ ചൂട് നിൽക്കെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഈ ചൂട് കൊണ്ട് മല്ലിയില ഒന്ന് വാടിക്കിട്ടും, അത്രയും മാത്രം മതിയാകും. ഇനി ഇതിൽ ഒരു 3 മെയിൻ ഐറ്റം കൂടെ ചേർക്കാനായിട്ടുണ്ട്. ഇതിനി ഒന്ന് ആറട്ടെ, ഒന്ന് നിരത്തിയിടാം. ഇനി ഇതാ മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. വഴറ്റിയതൊക്കെ ആറിയിട്ടുണ്ട്, അതുകൂടി ചേർക്കാം. ഇനി ഇതിലോട്ട് ഒരു വലിയ കഷ്ണം ഇഞ്ചി കട്ട് ചെയ്ത് ചേർക്കാം. ഇതാ ഇത്ര എടുത്തിട്ടുണ്ട്. ഇനി ഒരു 2 നുള്ള് കായപ്പൊടി ചേർക്കുക. നിലക്കടലയും പൊട്ടുകടലയും ഒക്കെ ചേർക്കുന്നതല്ലേ, അപ്പോൾ ഇഞ്ചിയുണ്ട്, വെളുത്തുള്ളിയുണ്ട്, കായപ്പൊടിയൊക്കെ ഉണ്ട്. ഇപ്പോൾ ഒരല്പം ഉപ്പ് ചേർക്കുക. വെള്ളം ഒഴിക്കുന്നതിനനുസരിച്ച് പിന്നീട് ചേർക്കാം. ഇനി ഇതാ ഒരു 1/4 കപ്പ് മാത്രം തേങ്ങ ചേർക്കുക. ഇനി ആദ്യമേ വെള്ളം ഒഴിക്കരുത്, ആദ്യമേ വെള്ളം ചേർക്കാതെ ഡ്രൈ ആയിട്ട് ഒന്ന് അരച്ചെടുത്തുകൊണ്ട് വരെ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. ആ കപ്പലണ്ടി നിലക്കടലയൊന്ന് ഉടഞ്ഞു കിട്ടട്ടെ. ഇത്രയും അരച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഇനി 1 കപ്പ് വെള്ളം കൂടി ചേർക്കാം. കുറേശ്ശെ വെള്ളം ഒഴിച്ച് വേണം അരച്ചെടുക്കാനായിട്ട്. വീണ്ടും അരച്ചെടുത്തുകൊണ്ട് വരാം. പോരെങ്കിൽ കുറച്ചുകൂടെ വെള്ളം ചേർത്തിട്ട് വീണ്ടും അരച്ചെടുക്കുക. ഒരു തേങ്ങ ചമ്മന്തി പരുവത്തിൽ അരച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഈ ഒരു കട്ടിക്ക് ഇത് ഉപയോഗിക്കാം. കുറച്ച് ലൂസാക്കി എടുക്കണമെങ്കിൽ കുറച്ചുകൂടി ലൂസാക്കി എടുക്കാം. ഞാനിവിടെ ഒരു മൊത്തത്തിൽ ഒരു 3 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്.
ഇതിലും ലൂസാക്കി എടുക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഈ ചേർത്ത പച്ചമുളകിൻ്റെ ഇഞ്ചിയുടെ അളവ് കുറച്ചുകൂടി കൂടുതലായിട്ട് ചേർക്കണം. അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. കുറച്ച് ഉപ്പ് കൂടി ആവശ്യമുണ്ട്, ചേർത്തിളക്കാം. ഒരു 1/4 കപ്പ് തേങ്ങയിൽ 6-7 പേർക്ക് ധാരാളം കഴിക്കാവുന്ന രീതിയിൽ ചമ്മന്തി റെഡിയാക്കിയിട്ടുണ്ട്. താളിപ്പിൽ കടുക്, വറ്റൽമുളക്, കറിവേപ്പില മാത്രമേ ചേർത്തിട്ടുള്ളൂ. താളിച്ച് ചമ്മന്തിയിലോട്ടൊഴിക്കുക. ഇത് ചൂടാക്കേണ്ട ആവശ്യമില്ല. തിളപ്പിച്ചാറിച്ച വെള്ളം ഒഴിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. എപ്പോഴും ഒരുപോലെയുള്ള തേങ്ങ മാത്രമുള്ള ചമ്മന്തി അരയ്ക്കാതെ ഇതുപോലെ പൊട്ടുകടലയും നിലക്കടലയും ഒക്കെ ചേർത്തരച്ച് അതൊക്കെ ആഹാരത്തിൽ ഉൾപ്പെടുത്തുക. നിറയെ വെറൈറ്റി ചട്നി റെസിപ്പീസ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. താല്പര്യമുള്ളവരൊക്കെ കണ്ട് ട്രൈ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് തന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. കൂട്ടുകാർക്കൊക്കെ ഷെയറിങ് ചെയ്യാൻ മറക്കരുത്. ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്തേക്കണേ. നോട്ടിഫിക്കേഷൻ ബെൽ ബട്ടണിൽ ഓൾ ഓപ്ഷൻ ഒന്ന് എനേബിൾ ആക്കിയിടാനും മറക്കരുത്. ഒരുപാട് സ്നേഹത്തോടെ താങ്ക്സ് ഫോർ വാച്ചിങ്.